ഒരു പരിധി വരെ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു ഇല്ല ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പേടിയുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിന്നത്. അത് ഓപ്പോസിറ്റ് ആരും നിൽക്കുന്നു എന്നുള്ളതല്ല. ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് ഫോർ എനിവൺ എൽസ്. എനിക്ക് ഞാനാവാനല്ലേ പറ്റൂ, അല്ലാതെ വേറൊരാളാവാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഹേർട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് അത് ഏശത്തില്ല. ഓക്കെ, പ്ലീസ് ഡു ലെറ്റ് നോ ദാറ്റ്. പൊതുവെ വേദലക്ഷ്മി റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. വേറൊരാൾ പറയുന്ന ശരി തെറ്റല്ല, എൻ്റെതായ ശരി തെറ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. ഹോമോഫോബിക്സ് ഗ്രൂപ്പിന്റെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മി ആ നിലപാടെടുത്തത് എന്നുള്ളത്. ഹൗസിനുള്ളിൽ പോയിട്ട് അതൊരു വോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഐ ആം നോട്ട് ഹോമോഫോബിക്. ഈ പ്ലസ്സിൽ ആൾക്കാർ ചിലപ്പോൾ ദേ ഐഡന്റിഫൈ ദെംസെൽസ് ആസ് കാറ്റ്, ആസ് ട്രീ. അപ്പോൾ ഒരു വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും we will have to say yes. So അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും? ഞാൻ അതിലടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായി. ഐ കനോട്ട് നോർമലൈസ് ദിസ് എന്നുള്ളൊരു കോൺവെർസേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വഴക്കായിട്ടല്ല, സമാധാനത്തിൽ തന്നെ. എൻ്റെ പെർസ്പെക്റ്റീവ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഐ സെഡ് എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു. പക്ഷേ തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല. ഹോൾ പ്ലേസ് വാസ് ഐസൊലേറ്റിംഗ് മീ ഇൻസ്റ്റെഡ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവർക്ക് സൊസൈറ്റിയിൽ തന്നെ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഹൗ ആർ ദേ ഗോയിങ് ടു ഡീൽ വിത്ത് ദം? ഹായ് ഹലോ എവ്രി വൺ, യു ആർ വാച്ചിങ് മീ മീനാക്ഷി സുധീർ ഓൺലി ഓൺ നീലക്കുയിൽ. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 11th വീക്ക് എവിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സപ്പോർട്ടേഴ്സിനെയും അതുപോലെ തന്നെ ക്രിട്ടിക്സിനെയും നേടിക്കൊണ്ട് വേദ് ലക്ഷ്മിയാണ് 11th വീക്കിൽ എവിക്റ്റ് ആയത്. വിത്ത് മീ ഐ ഹാവ് വേദ് ലക്ഷ്മി. ലക്ഷ്മി ചേച്ചി, വെൽക്കം. താങ്ക് യു സോ മച്ച് മീനാക്ഷി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ എ വെരി സ്ട്രോങ് പ്ലെയർ. താങ്ക് യു. നല്ല കിഡിലമായിട്ട് ഗെയിം കളിച്ച ഒരു പ്ലെയർ ആയിരുന്നു. ചേച്ചിയുടെ ഒരുപാട് ഐഡിയോളജീസ് ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഞാൻ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. ലെറ്റ് മി ബി വെരി ഫ്രാങ്ക് ഓൺ ദാറ്റ്. അപ്പം എന്താ പറയാ, ഒരു മീഡിയ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ ആയിട്ട് വിളിക്കാം. ഹൗ വാസ് എ ചാപ്റ്റർ? ഓക്കെ, ഈ ബിഗ് ബോസ് സ്വപ്നം കണ്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും വർഷങ്ങളോളം അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒത്തിരിയും ആഗ്രഹിച്ച് നടന്നൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല. ഞാൻ അങ്ങനെ ഫുൾ സീസൺ ഈ ഇതിന് പോലും ഓഡിഷൻ എന്നുള്ളൊരു കടമ്പ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിരുന്നത് നെക്സ്റ്റ് ഇയർ നോക്കാം എന്നായിരുന്നു. സോ ഐ ലെഫ്റ്റ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു കോൾ വന്നപ്പോഴത്തേക്കും മൊത്തം ഷോ ഇരുന്ന് കാണാനുള്ള ടൈം തന്നെ എനിക്ക് കുറവായിരുന്നു. സോ എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അകത്തോട്ട് പോകുന്നതൊക്കെ. അപ്പം ഞാനും അതുപോലെ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ് വേൾഡ് ഇൻസൈഡ്. നമ്മുടെ പ്ലാൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവിടെ പറ്റത്തില്ല. സിനാരിയോ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ തിങ്കിങ് ലെവൽ മാറിപ്പോവും. ഇറ്റ് വാസ് ഫൺ ആക്ച്വലി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വലിയതായിട്ടൊരു പ്രഷർ തോന്നുക അങ്ങനത്തെ ഇല്ല. ഞാൻ ഗെയിമായിട്ടായിരുന്നു കാണുന്നത്. പ്രഷർ തോന്നിയിട്ടുണ്ടായിരുന്നില്ല? പ്രഷർ ലൈക്ക് എനിക്ക് ദേഷ്യം വരുത്താനുള്ള കൈൻഡ് ഓഫ് പ്രഷർ ഉണ്ടാവും, പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രഷർ എനിക്ക് ടു ബി ഓണസ്റ്റ് ആ ഒരു ലെവലിലോട്ട് പോയിട്ടില്ല. ഓൾറൈറ്റ്. ഇപ്പം ലക്ഷ്മി ചേച്ചി ഒരു ഇൻഡിവിജ്വൽ, ഇനി ലക്ഷ്മി എന്നൊരു പ്ലെയറിനെ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? ഞാൻ അധികം മാർക്സ് പറയുന്നില്ല, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ് എന്നുള്ളത് ഞാൻ പറയുള്ളൂ. കാരണം പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അകത്തിരുന്ന് അറിയുന്നില്ല. ഐ വാസ് ജസ്റ്റ് ബീയിങ് മൈസെൽഫ്. ഓക്കെ, കുറച്ചുകൂടി ദേഷ്യം വരുന്നത് കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്നു എന്നുള്ളതുള്ളൂ. ബട്ട് അവിടെ കണ്ടത് എന്നെ തന്നെയാണ്, ഞാൻ തന്നെയായിരുന്നു അകത്തുണ്ടായിരുന്നത്. പ്ലെയർ വൈസ് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി ആസ്പെക്ട്സ് വരും. അപ്പോൾ ഓൾറൗണ്ടർ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ഒരു 5 മുകളിൽ കൊടുക്കാൻ പറ്റും. 5 മുകളിലൊക്കെ കൊടുക്കാൻ പറ്റും. അത്ര ജെന്യുവൻ അല്ലാതെ നിന്നിട്ട് ഫേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ഒക്കെ ഉള്ളതോ, അങ്ങനെ മീൻസ് വോട്ടിന് വേണ്ടിയിട്ട് മാത്രം കമ്പനി ആവുന്നതോ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. കുറേയൊക്കെ ഫെയർ ആയിട്ട് പോകണം എന്നുള്ളത്. ഡെഫിനറ്റ്ലി 5ന്റെ മേളിൽ പോകും. അങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് ഓരോരുത്തരുമായിട്ട് കമ്പനി ആവുന്നവരൊക്കെ ഉണ്ട്. ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ പേര് പറയേണ്ട അറിയോ? ഇല്ല, ഞാൻ അങ്ങനെ ആരുടെയും പേര് അകത്തുള്ളവരുടെ പേരായിട്ട് അങ്ങനെ പറയുന്നില്ല. ബിക്കോസ് ഗെയിം ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഞാൻ ഇവിടെ അവരെ കുറിച്ച് അഭിപ്രായം പറയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ എഫക്ട് ദെയർ വോട്ട്സ്.
ആൾക്കാർക്ക് അവരെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. സോ ബെറ്റർ നോട്ട്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ആരുടെയും. ഗുഡ് തോട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോൾ ഒരുപാട് സപ്പോർട്ടേഴ്സിനെയും അതുപോലെ തന്നെ ക്രിട്ടിക്സിനെയും ഉണ്ടാക്കിയെടുത്ത ഒരാളാണെന്ന്. തോന്നിയിരുന്നോ ഇത്രയധികം സപ്പോർട്ടേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ക്രിട്ടിക്സ് ഉണ്ടാകും എന്നുള്ളത്? ക്രിട്ടിക്സ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹൗസിനുള്ളിൽ എനിക്ക് നല്ല ഐസൊലേഷൻ കിട്ടുന്നുണ്ട്. ലാലേട്ടൻ്റെ വക നല്ല വഴക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ചീത്ത കിട്ടി, ഇനി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരുന്നോളും, മിണ്ടണ്ട, അങ്ങനത്തെ ഒരു ഇത് എനിക്കത് ഉള്ളിൽ നിന്ന് നല്ലോണം സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറമേ നിന്നുള്ളത് അറിയുന്നില്ലെങ്കിലും അവിടെ നിന്നൊരു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു ആ നാട്ടുകാരിങ്ങനെ ചൂലുമായിട്ടൊക്കെ. അപ്പം എക്സ്ട്രീംലി നെഗറ്റീവ് ആയിരിക്കും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പേഴ്സണലി ഞാൻ അങ്ങനെ ടാഗ്സ് വരുന്നത് ബോദർ ചെയ്യാറില്ല. അവരെന്ത് പറയും ഇവരെന്ത് പറയും കംപ്ലീറ്റ്ലി ഞാൻ അത് നോക്കാറില്ല. പൊതുവേ വേദലക്ഷ്മി റിയാലിറ്റി റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. വേറൊരാൾ പറയുന്ന ശരി തെറ്റല്ല, എൻ്റെതായ ശരി തെറ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സ്ട്രീമായിട്ട് അങ്ങനെ പോകുന്നല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞ് ബോധിപ്പിച്ച് നടക്കണം എന്ന് എനിക്കില്ല. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അങ്ങ് പോവുക. സോ സെയിം തിങ് ആയിരുന്നു ഉള്ളിലാണെങ്കിലും അങ്ങനെ പറഞ്ഞു. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, സൈബർ അറ്റാക്സും കാര്യങ്ങളും ആയിരിക്കും കംപ്ലീറ്റ്ലി ഉണ്ടാവുക. ഒരു ഫാൻ ബേസ് എന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. ഇല്ല, ഓണസ്റ്റ്ലി ചിന്തിച്ചിട്ടില്ല. ആ ഒരു ഇത് വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്, വന്ന് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് രക്ഷിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. അപ്പം എവിക്ഷൻ എപ്പിസോഡിൽ ഫേസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ സേവ്ഡാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. അത് ആക്ച്വലി എൻ്റെ ശരിക്കുള്ള റിയാക്ഷൻ. എല്ലാ ആഴ്ചയും ഞാനിങ്ങനെ ഫസ്റ്റ് എവിക്ഷൻ ആയിരുന്നു ആകെ എനിക്കിങ്ങനെ പോകാനായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, വന്ന് ഉടനെ പോവാണല്ലോ എന്നുള്ളത്. അന്ന് എനിക്ക് എവിക്ഷൻ പേടി അങ്ങ് പോയി. ഏത് നിമിഷം എന്നെ പുറത്താക്കാം. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓണസ്റ്റ്ലി എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടൻ എന്ന് പറയുന്നത് ഇത്രയേറെ ജനകോടികൾ ബിഗ് ബോസ് കാണുന്നവരും അല്ലാത്തവരും ആരാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാണ്. ആൻഡ് ഒരു പരിധി വരെ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു ഇല്ല ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പേടിയുണ്ടായിരുന്നില്ല. ഞാൻ ലാലേട്ടൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫാനാണ്. ഞാൻ എൻ്റെ ജനിച്ചതിൻ്റെ ആ ഒരു സ്റ്റോറി വരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ മൂവീസും പോയി കാണും, തിയേറ്റർ വാച്ച് തന്നെ ചെയ്യും, മാക്സിമം മൂവീസ് എല്ലാം. അത്രയും ഫാനായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിന്നത്. അത് ഓപ്പോസിറ്റ് ആരും നിൽക്കുന്നു എന്നുള്ളതല്ല. ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് ഫോർ എനിവൺ എൽസ്. എനിക്ക് ഞാനാവാനല്ലേ പറ്റൂ, അല്ലാതെ വേറൊരാളാവാൻ പറ്റത്തില്ല. ആര് വന്ന് മുന്നിൽ നിന്നാലും അതത്രേ ഉണ്ടാവുള്ളൂ. ഇല്ല ഇങ്ങനെ കത്തിക്കറെന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞല്ല. I was honestly being myself. ഓക്കെ, ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് സീസൺസ് ഒക്കെ കാണുമായിരുന്നോ? എല്ലാം കണ്ടിട്ടില്ല, അങ്ങനെ കംപ്ലീറ്റ്ലി ഇരുന്ന് അങ്ങനെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഹിയർ ആൻഡ് ദെയർ, അല്ലാതെ 24/7 ലൈവ് ഞാൻ അങ്ങനെ പാറ്റേൺ ആയിട്ട് ഇരുന്ന് ഫുള്ള് കണ്ടിരുന്ന ഒരു വ്യക്തിയല്ല. അല്ല. അഭിഷേക് ഉണ്ടായിരുന്നു, അഭിഷേക് ശ്രീകുമാർ ഉണ്ടായിരുന്ന സീസൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അഭിഷേകിന്റെ മോൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് എന്റെ സ്ക്രീൻ ടൈം കൂടെ കുറഞ്ഞു. അപ്പം ഞാനിപ്പോ നോക്കിയിരിക്കുമ്പോൾ അവനും കൂടെ വന്നത് കാണും. അപ്പോൾ അഭിഷേകിന്റെ എൻട്രി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻട്രി കുറച്ച് ആ ഒരു ടൈം അത് അത്രയും വരെ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അഭിഷേക് വളരെ ഓപ്പൺ ആയിട്ട് അഭിഷേകിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൂടെ ആയാലും ഗെയിമിലൂടെ ആയാലും ഒക്കെ പ്രേക്ഷകർക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതായത് LGBTQIA+ എല്ലാവരെയും അല്ല, എന്നാലും അദ്ദേഹം അതിനെ അങ്ങോട്ട് അത്രയ്ക്കധികം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പം അതിന് ആ ഒരു മാസ്കുലിനിറ്റീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പക്ഷം ആൾക്കാരുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ വോട്ട്സ് എനിക്ക് കിട്ടും. അതായത് ആരൊക്കെയോ സ്റ്റോറീസിലോ എന്തിലൊക്കെയോ റീഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു കൂട്ടം ഞാൻ ആ വേർഡ് തന്നെ യൂസ് ചെയ്യുന്നു, ഹോമോഫോബിക്സ് ഗ്രൂപ്പിന്റെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മി ആ നിലപാടെടുത്തത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ലേ? 2 Gender Squad ഉണ്ടെന്ന് എനിക്കറിയാം. അഗെയിൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതറിയാം. ഇവർ തമ്മിൽ ഫൈറ്റ്സ് ഉള്ള കാര്യം എനിക്കറിയാം. ബിക്കോസ് അഭിഷേകിന്റെ ആക്ടർ ആയിരുന്നു. അപ്പം സ്റ്റോറീസ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൗസിനുള്ളിൽ പോയിട്ട് അതൊരു വോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഞാൻ ഐ ആം നോട്ട് ഹോമോഫോബിക്. ആണോ? ഞാൻ അടുത്തതായി ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യമായിരുന്നു. കാരണം ഇത് കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആസ് ഹ്യൂമൻസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഒരു ഇന്ത്യയിൽ ഒരു റൂൾ ചേഞ്ച് വന്നപ്പോഴത്തേക്കും പോലും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അവരും മനുഷ്യരാണെന്നുള്ളത് ഇതാക്കിയായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് മോനുണ്ടായതിന് ശേഷമാണ്, കുഞ്ഞുണ്ടായതിനു ശേഷമാണ്. സോ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഈ LGBTQA ഇപ്പം 2S LGBTQIA+
പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സോ 2 ഇസ് ലൈക്ക് 2 സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ചില കൺട്രീസിലുണ്ട്. ഈ പ്ലസ്സിന് ഒരു 70+ സബ് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഈ ആദില നൂറ പോലത്തെ 2 ആൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത്. ഈ പ്ലസ്സിൽ ആൾക്കാർ ചിലപ്പോൾ ദേ ഐഡന്റിഫൈ ദെംസെൽസ് ആസ് കാറ്റ്, ആസ് ട്രീ. അപ്പോൾ വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും വി വിൽ ഹാവ് ടു സേ യെസ്. മനസ്സിലാവുന്നുണ്ടോ? സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മുടെ നാട്ടിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇത് പോയി 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 ഏതൊക്കെയോ എക്സ്റ്റെൻഡിലോട്ട് എത്തുന്നുണ്ട്. ഒരു 100+ ഒരു സബ് വെറൈറ്റീസ് വന്നാലും നമുക്ക് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. അഗെയിൻ കമ്മിങ് ബാക്ക് ടു നോർമലൈസിങ് ഇറ്റ് ആസ് എ പാരൻറ്റ്, എൻ്റെ മോൻ അല്ലെങ്കിൽ ഒരു മോൾ ഏത് പ്രായത്തിൽ ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള കംപ്ലീറ്റ് റൈറ്റ് ആസ് എ പാരൻറ്റ് എൻ്റെ സൈഡിലായിരിക്കണം, എൻ്റെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ പാരൻസിൻ്റെ കയ്യിലായിരിക്കണം. ഇത്രയും വലിയൊരു നാഷണൽ ടി വിയിൽ ഇത് എയർ ചെയ്യുന്ന സമയത്ത് പാരൻസിൻ്റെ ആ റൈറ്റാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഈ ഷോ ഇസ് വാച്ച് ബൈ കുറേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം എൻ്റെ മോനെന്നും വേണ്ടി മാത്രമല്ല ഞാനവിടെ പറഞ്ഞത്, വേറെ പല പാരൻസിനും ഈ സെയിം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. സോ ഐ ആം ടോട്ടലി എഗെയിൻസ്റ്റ് നോർമലൈസിങ് ഇറ്റ് ഓൺ എ പബ്ലിക് പ്ലാറ്റ്ഫോം ലൈക്ക് ബിഗ് ബോസ്. എങ്കിൽ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഐ തിങ്ക് അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ എടുക്കുമ്പോൾ 13+ എന്ന് മുകളിൽ എഴുതുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഷോ ഫോർ കിഡ്സ്. അത് കുട്ടികൾ കാണേണ്ട ഒരു ഷോ അല്ല, അത് അഡൾട്ട്സിനുള്ള ഷോ ആണ്. അത് സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ലൈക്ക് മെയിൽ ഫീമെയിൽ അതുപോലെ തന്നെ എല്ലാ തവണയും അവർ ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ലൈക്ക് ഇത്രയും ഒരു എക്സ്ട്രീമിലേക്ക് പോയില്ലെങ്കിലും ടു ആൻ എക്സ്റ്റെൻറ്റ് അത് നമ്മൾ നോർമലൈസ് ചെയ്യണ്ടേ ഇനി വരുന്ന സൊസൈറ്റിയിൽ? ടു ആൻ എക്സ്റ്റെൻറ്റ് ഓൾസോ നോർമലൈസിങ് ഈസ് നോട്ട് ദാറ്റ് നെസസറി. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ളത് ഇത് കുട്ടികൾ കാണുന്നില്ല. 13 ഡു യു തിങ്ക് 13+ ആണ് വാച്ച് ചെയ്യുന്നതെന്ന്? അല്ല, ഒരിക്കലുമല്ല. എനിക്കിപ്പം ഞാൻ എവിക്റ്റ് ആയി പോയതിന് ഇങ്ങനെ കരഞ്ഞിട്ടുള്ള കുട്ടികൾ കരയുമ്പോൾ ഉള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും പാരൻസ് ഷെയർ ചെയ്യുന്നത്. വളരെ ചെറിയ കുട്ടികളാണ്, തീരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ടി വിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അങ്ങനെ ഏജ് കാറ്റഗറൈസേഷൻ വെച്ചിട്ട് കാണിക്കാനുള്ളത്. ഓൾസോ ഇറ്റ്സ് പ്ലേസ് ബിറ്റ്വീൻ ഫാമിലി ഷോസിൻ്റെ ഇടയ്ക്കാണ്. ടി വി ഓൺ ആക്കി നമ്മുടെ എല്ലാം വീട്ടിലിങ്ങനെ വെച്ചിരിക്കും. അല്ലാതെ ഇത് വരുമ്പോഴത്തേക്കും നിർത്തണം അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ രീതിയിൽ പോകുന്ന അങ്ങനത്തെ ഒരു ഷോ അല്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നെസസറി നോർമലൈസിങ് ദിസ് ഹോൾ LGBTQ-ന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്നില്ല. അവിടെ അത് നോർമലൈസിങ് എന്നുള്ളതിലുപരി ഇപ്പൊ പേരൻസിനും ഒക്കെ എൻ്റെ കുട്ടി ഇത് കാണണ്ട, ചേച്ചിക്ക് ഉണ്ടാകും, മേ ബി എൻ്റെ സിസ്റ്ററിന് ഒരു മകനുള്ളതാണ്, ചേച്ചിക്കും തോന്നണം എൻ്റെ കുട്ടി ഇത് കണ്ട് വളരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ ചാനൽ ഓർ ആ പ്രോഗ്രാം കാണിക്കാതിരിക്കാം. ചാനൽ മാത്രം മതിയാവത്തില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്നത് ഈ സൊസൈറ്റിയിലല്ലേ? ഇവർ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സപ്പോസ് ആദില നൂറെ അവരൊരു ഫംഗ്ഷൻ വെച്ച് കാണുകയാണെന്ന് വിചാരിക്കും, ഈ ചേച്ചിമാരെ ഒഴുപ്പമാണല്ലോ, അല്ലെങ്കിൽ ഇവര് ലൈക്ക് ഇന്നാളെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പടം ഞാൻ കണ്ടു. ഒരു ഫാമിലിയിൽ 2 ലേഡീസ് നിൽക്കുന്ന ഇതിനകത്ത് ഒരു കുട്ടി, 2 മെൻ നിൽക്കുന്നതിനകത്ത് ഒരു കുട്ടി. ചോദിക്കുന്നുണ്ട് അച്ഛൻ അമ്മയല്ല, അച്ഛൻ അച്ഛൻ അമ്മ അമ്മ. ടെക്സ്റ്റ് ബുക്സിൽ വരെ ആ ചേഞ്ച് വന്നു തുടങ്ങി. അപ്പൊ പിന്നെ കുറച്ചും കൂടെ ഒന്ന് മൈൻഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എക്സ്പാൻഷൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് ചെയ്യണമെന്ന് തീരെ തോന്നുന്നില്ല. കാരണം അങ്ങനെ പോയി 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 നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തൊരു രീതിയിലോട്ട് എത്തും. ഷ്യൂർലി അതെത്തും. സമൂഹത്തിൽ കുറച്ചൊക്കെ ആണെങ്കിലും ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ കൺവെൻഷനിൽ കാണുന്നത് അത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ബട്ട് അത്രയ്ക്ക് അങ്ങ് നോർമലൈസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു സമയമുണ്ട്, ലൈക്ക് ടീനേജ് എന്ന് പെർട്ടിക്കുലർലി പറയാം. ആ ഒരു ടൈമിൽ കുട്ടികൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സമയമാണ്. നമ്മളൊക്കെ റിബൽസ് ആയിട്ട് നിന്നൊരു ടൈമായിരിക്കും. ഏറ്റവും കൂടുതൽ പാരൻസുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ആ ടൈമിൽ പിള്ളേരെ കൺഫ്യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. സോ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഫർദർ ഡീറ്റെയിലോട്ട് പോയാൽ വേറൊരു ടോക്ക് ഷോ തന്നെ വെക്കേണ്ടി വരും. മെഡിക്കൽ മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേഷൻസ് ഉണ്ട്, സൈക്കോളജിക്കലി അവർ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മേ ബി ഒരു കുട്ടി ബൈ ജെൻഡർ അല്ലെങ്കിൽ ബൈ ബോഡി ഡിഫറൻസസ് കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ പോലും കൺഫ്യൂസ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് കമ്മ്യൂണിറ്റിയിൽ അംഗമാണെന്ന് വിചാരിച്ച് ജീവിച്ചേക്കാം. ലേറ്റർ ഓൺ ചിലപ്പോൾ കുട്ടിക്ക് പുറത്ത് വരാൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെ ഉള്ള ആള് നോർമൽ ലൈഫ് ലീഡ് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ അല്ലാത്തൊരാള് ഇതിൽ വന്ന് പെട്ടുപോകുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് ഈ നോർമലൈസിങ് കൊണ്ട് സാധിക്കും. ദറ്റ്സ് എ ഹ്യൂജ്, ലൈക്ക് പറയാനാണെങ്കിൽ ഡെപ്തിൽ പോകാനാണെങ്കിൽ ഒത്തിരി നോക്കാനുണ്ട്. അതുകൊണ്ടാണ് പല കൺട്രീസിലും ഇത് ബാൻ ചെയ്ത് വേണ്ട എന്ന് തന്നെ കൺട്രി ലീഡേഴ്സ് തന്നെ പറയുന്നത്.
Hope you got it. ഇത് എപ്പോഴും ഒരു ഡിബേറ്റഡ് ടോപ്പിക് ആണ്. അപ്പം ഇതാണോ ലൈക്ക് ഞാൻ ചേച്ചിയോട് ചോദിക്കാനിരുന്ന ഒരു ചോദ്യം, വൈ ആർ യു നോട്ട് നോർമലൈസിങ് ഇറ്റ് എന്നുള്ളതാണ്. എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ? ഇല്ല, എനിക്കൊരിക്കലും പേഴ്സണലി അവരിൽ നിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പലരും പറയും ഇങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള അലിഗേഷൻസും പറയും. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്, ഇതെൻ്റെ സ്വന്തം കാഴ്ചപ്പാടാണ്. ആസ് എ പാരന്റ് എന്നുള്ള പെർസ്പെക്റ്റീവും വരുന്നുണ്ട്, അല്ലാതെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴത്തേക്കും ഉള്ള ഒരു പെർസ്പെക്റ്റീവും കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ആദില നൂറയോട് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ്, മീ ആസ് എൻ ഓഡിയൻ, ആസ് എ ഗേൾ, ആസ് എ ഹ്യൂമൻ എനിക്ക് വിഷമമായി ചേച്ചി. അവരെടുത്ത് അങ്ങനെ ഇതിനൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയും. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഹൗ ഹേർട്ട് ഐ വുഡ് ഫീൽ. ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും ഹൗസ് മേറ്റ്സ് അവിടെ നിൽക്കുകയാണ്. അപ്പം ചേച്ചിയുടെ കൂടെ ഇത്രയും നാളും ആ വീട്ടിൽ പ്രത്യക്ഷത്തിൽ ചേച്ചിയുടെ വലിയ പ്രശ്നങ്ങളോ ചേച്ചിക്ക് ഒരു ഉപദ്രവമോ ഒന്നും അവർ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞതിൽ ഡോണ്ട് യു ഫീൽ ബാഡ്? ഓക്കെ, ഇതിൽ ആദില നൂറ എന്നുള്ള രണ്ടാൾക്കാർ മാത്രമല്ല, അവർ നോർമലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ 2S LGBTQIA+++ലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഐ ഹാവ് ടു സേ ഓക്കെ ടു ഇറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ. അതുകൊണ്ടാണ് എനിക്ക് നോർമലൈസ് ചെയ്യാൻ, അവരിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല, അവർ ഹൗസ് മേറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു കോൺവെർസേഷനിലോട്ട് എത്തുന്നത് ദാറ്റ് വാസ് ബിറ്റ്വീൻ എ ടാസ്ക്, ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേക്കും ആ കട്ട് ചെയ്ത് ഞാൻ പറയുന്നത് മാത്രമായിരിക്കും. നമ്മൾ വേറൊരു ആക്ടിവിറ്റി ഏരിയ പോയില്ല, അത്രയും ടിഡിയസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയുടെ ഇൻ ബിറ്റ്വീനുള്ള ആർഗ്യുമെൻറ്റിൻ്റെ ഇടയ്ക്കാണ് ഞാനും അക്ബറും പറയുന്നതും ഇതുമെല്ലാം. ഓക്കെ, അതൊരിക്കലും അവരെ മാത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവരെ ഇത് ചെയ്യുമ്പോഴത്തേക്കും, നോർമലൈസ് ചെയ്ത് അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡയറക്ട്ലി ഞാൻ ഈ ഹോൾ കമ്മ്യൂണിറ്റിയെയും കൂടെ എന്ത് കാണിച്ചാലും, നേരത്തെ പറഞ്ഞ പോലെ ക്യാറ്റ്, ട്രീ, എന്താണേലും ഇതിനകത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ആഡഡ് ആണ് 2 സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇപ്പം അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് ഈസ് ലൈക്ക്, ഒരിക്കലും ഞാനത് ഇവിടെ ഞാൻ തന്നെ പറഞ്ഞിട്ട് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്ന് വെച്ചിട്ടാ. ഈവൻ ഇൻസൈഡ് ദ ഷോ ഓൾസോ ഞാൻ ഈ പറയുന്നത് ഇതിന് മുന്നേ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സ് പെട്ടെന്ന് തന്നെ, കറക്റ്റ് ഡേയ്സ് ഓർമ്മയില്ല, ഞാൻ അതിലടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായി. ഐ കനോട്ട് നോർമലൈസ് ദിസ് എന്നുള്ളൊരു കോൺവെർസേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വഴക്കായിട്ടല്ല, സമാധാനത്തിൽ തന്നെ. എൻ്റെ പെർസ്പെക്റ്റീവ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഐ സെറ്റ് what I said എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു. ഞാൻ പിന്നെ അതുകൊണ്ട് അവരെ ഇങ്ങനെ കുത്തി നോവിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അവരിൽ നിന്ന് അകറ്റാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോയിട്ടില്ല. എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല. ഹോൾ പ്ലേസ് വാസ് ഐസൊലേറ്റിംഗ് മീ ഇൻസ്റ്റെഡ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവർക്ക് സൊസൈറ്റിയിൽ തന്നെ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഹൗ ആർ ദേ ഗോയിങ് ടു ഡീൽ വിത്ത് ദം? ഈ ഹേറ്റഡ് വെച്ചിട്ടല്ല. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അവർക്കുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അതുണ്ടാവും. they have to face that also. അവരുടെ ഒപ്പീനിയൻസും റെസ്പെക്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. വെരി ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു പല ഇൻസ്റ്റൻസിലും. ഇപ്പം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കുറവാണ്, ഞാൻ പുറത്ത് വരുമ്പോഴത്തേക്കും അറിയുന്നത്. അല്ലാതെ വെർബൽ അബ്യൂസ്, പിന്നെ ഇമോഷണലി എനിക്ക് അങ്ങനെ ഏറ്റിട്ടില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ നിൽക്കാനാണെങ്കിലും ഐ വാസ് ഓക്കെ. കോൺവെർസേഷൻ ബിൽഡ് ചെയ്യരുത്, പർപ്പസ്ഫുള്ളി സ്ക്രീൻ സ്പേസ് എനിക്ക് തരരുത് എന്നുള്ള കാര്യങ്ങളും ഞാനിതെല്ലാം അറിയുന്നത് എപ്പോഴാന്ന് പറയട്ടെ. ആക്ച്വലി വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരും അവിടെ ഇരുന്നപ്പം ഗോസിപ്പിംഗ് സ്പേസസിലോട്ട് ഞാൻ അധികം പോയിട്ടില്ല. ഇരുന്ന് കുറ്റം പറയാ. സോ എന്തിനാ അങ്ങനെ ഒരു ടൈം മുന്നിലിരുത്തി കുറ്റം പറയാ. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് എന്തെങ്കിലും നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നല്ല കാര്യം പറയാനുള്ളത് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, ഇതിനകത്ത് പോയിരിക്കേണ്ടതാണ്. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ അറിയുന്നത് ഇവർ കുത്തിയിരുന്ന് കുറ്റം പറയുന്നത് എന്നെ. അപ്പോഴാണ് ഞാനും ആലോചിച്ചപ്പം സാബുമാനോട് ഞാനിങ്ങനെ ഇടയ്ക്ക് പറയായിരുന്നു, eat 5 star do nothing എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹൈഫൈ അടിക്കുമായിരുന്നു അകത്ത് വെച്ച്. പുറത്തിതുണ്ട്, ട്രോളായിട്ടോ മീമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത് ശേഷമാണ്. സോ ഒരു സ്ഥലത്തും അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ആണെന്ന് എനിക്കറിയാം. സാബു കുറച്ച് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റും, പക്ഷെ എനിക്കിത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഐ വാസ് കീപ്പിംഗ് അവേ ഫ്രം ഓൾ ദാറ്റ്. ഓക്കെ, 2018 ഫേസ്ബുക്കിൽ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ക്രൂവിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടിങ് ദ കമ്മ്യൂണിറ്റി. എവിടെയാണ് അപ്പോൾ വേദലക്ഷ്മിക്ക് ഒരു ചേഞ്ച് വന്നത്? ആഫ്റ്റർ മൈ മോൻ്റെ
ബർത്ത്. അതിനുശേഷമാണ് ഞാൻ ഒരു മദർലി ഇൻസ്റ്റിങ്ക്റ്റ് ആണോ? വെൻ ഐ വാസ് ക്യാരിങ്, മദർലി ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, ഞാൻ ക്യാരിങ് ആയിരുന്ന സമയത്തായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം പഴയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള പിന്നത്തേക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു ബിഗ് ബോസ് വരുന്നൊന്നും. ഈവൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പോലും ഞാൻ ഇതിന്റെ പോസ്റ്റ് കണ്ടു, പക്ഷേ ഫേസ്ബുക്കിൽ കയറി ആ പഴയ പോസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ഇറ്റ് വിൽ ബി ദെയർ. ഞാനത് മാറ്റാൻ പോകുന്നില്ല, കാരണം അത് ഞാൻ എങ്ങനെ ഇവോൾവ് ആയി വന്നു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് കൂടിയാണ്. ലെറ്റ് ഇറ്റ് ബി ദെയർ, അവിടെ കിടന്നോട്ടെ. അപ്പം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളെ സപ്പോർട്ടിൽ നിന്ന് മാറിപ്പോവാനുള്ള റീസൺസും അതിനകത്ത് തന്നെ ഉണ്ട്. അതിനൊരു എവല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? എവല്യൂഷൻ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പീപ്പിൾ ഡു ചേഞ്ച്. അവര് ഓരോ സമയത്ത് ചേഞ്ച്, ഞാൻ ചേഞ്ച് എന്ന് പറയത്തില്ല, എവല്യൂഷൻ എന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഒരു 5 വർഷം 10 വർഷം മുന്നേ നമ്മൾ ചിന്തിച്ചിരുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത്, അല്ലേ? അന്നെടുത്ത ഡിസിഷൻസ് ഇപ്പോൾ റോങ് ആണോ റൈറ്റ് ആണോ നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വിലയിരുത്താനും പറ്റും. സോ അതവിടെ കിടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഇത്. ആൾക്കാർക്ക് ഞാൻ ആരുടെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം പെർസ്പെക്റ്റീവാണ്. ആൾക്കാർക്ക് വേറൊരാൾ എന്നെ കണ്ടിട്ട് മാറണമെന്നോ ഇതൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഗൂഗിൾ ഈസ് ഓപ്പൺ ടു യു. നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മൊത്തം അതിനകത്തുണ്ട്. അപ്പം നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യൂ, വേണമെങ്കിൽ മാറാം. സപ്പോർട്ട് ചെയ്യണമെന്നോ സപ്പോർട്ട് ചെയ്യണ്ടെന്നോ ഞാൻ ആരോടും പറയുന്നില്ല. ഈ ഇല്ലാക്ക് ഇത്രയും സപ്പോർട്ട് വന്നത് പോലും പുറത്തിറങ്ങിയിട്ടാണല്ലോ അറിയുന്നത്. അല്ലാതെ ഞാൻ പർപ്പസ്ഫുള്ളി ഒന്നിനു വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടിയതോ കാണിച്ചു കൂട്ടിയതോ ഒന്നുമല്ല. ഓൾറൈറ്റ്. എനിക്ക് ഈ ഒരു സംഭവത്തിനെ ഇത്ര അധികം ഒപ്പോസ് ചെയ്യുമ്പം ഒരു വേദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി എന്നുള്ള ഒരു പേഴ്സണേക്കാൾ ഉപരി ഒരു സ്ട്രോങ് അമ്മേനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു കോയിന് 2 സൈഡ് ഉണ്ടാകും എന്ന് പറയുന്നില്ല. ഇവരിൽ തന്നെ നല്ല ആൾക്കാരും ഉണ്ട്, കെട്ട ആൾക്കാരും ഉണ്ട്. എനിക്ക് ഭയങ്കര ഡിസ്ഹാർട്ടനിങ് ആയിട്ട് തോന്നിയൊരു സംഭവമായിരുന്നു. റിയാസ് സലീമിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? കണ്ടിട്ടില്ല, ഞാനത് കേട്ടതേ ഉള്ളൂ. സ്പോക്ക് അബൌട്ട് യുവർ കിഡ്. ഐ വാസ് തിങ്കിങ് എന്താ ഓഡാസിറ്റി ഉണ്ടായത് പറയാൻ. ഓക്കെ, ഐ നോ വാട്ട് ഹി സെഡ്. ലൈക്ക് മോനിലൂടെ എനിക്കൊരു ആൻസർ കിട്ടട്ടെ എന്നുള്ളതല്ലേ. ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ ടു ഹൂ എവർ സെഡ് ഇറ്റ്. ഓക്കെ, എൻ്റെ മോൻ്റെ കാസ്റ്റ്, റിലീജിയൻ, സെക്ഷുവാലിറ്റി ഇതൊന്നും ഞാനല്ല ഡിസൈഡ് ചെയ്യേണ്ടത്. അവനൊരു ഏജ് ആകുമ്പോഴത്തേക്കും അവൻ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. ഇത് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. യു നോ വാട്ട്, ഐ സെഡ് ദിസ് ടു ആദില. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് താൻ കൊള്ളാമല്ലോ, താൻ അടിപൊളിയാണല്ലോ എന്ന് ഈ കാര്യം. ബട്ട് ഇതൊന്നും പുറത്തോട്ട് എയർ ചെയ്തിട്ടില്ല. ഞാനും അതിൽ ഇരുന്നുള്ള കോൺവെർസേഷൻ്റെ ചെറിയ എന്തോ ഒരു പാർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. യു ആർ ഓൾവേസ് വെൽക്കം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ചെറിയൊരു ബിറ്റ്. ബട്ട് പാർട്ട് ഓഫ് ദാറ്റ് കോൺവെർസേഷനിൽ ഞാൻ എൻ്റെ മോനെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിനിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ആയിക്കോട്ടെ ഇതിൻ്റെ ആയിക്കോട്ടെ കുറേ കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് വേറൊരാളെ അടിച്ചേൽപ്പിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ മക്കളിലോട്ടും ഞാനത് ചെയ്യുവാണെങ്കിൽ. ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ് മോം. എനിക്കൊരു ഹാപ്പി മോം ആവണമെന്നേ ഉള്ളൂ. അല്ലാതെ അവരിങ്ങനെ തന്നെ വേണം, ഞാൻ പറയുന്നത് പോലെ വളരണം, നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുക. എൻഡ് ഓഫ് ദി ഡേ അവരുടെ ചോയ്സ് ആണെന്നുള്ളതറിയാം. ഇപ്പോൾ റിയാസ് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ആവുന്നുണ്ടെങ്കിലും ഐ വിൽ ബി ഹാൻഡ്ലിങ് ഇറ്റ് വിത്ത് എനിക്ക് പറ്റുന്ന അത്രയും മെച്യൂരിറ്റിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ വെടിവെച്ച് കൊല്ലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിയിട്ടിട്ട് കെട്ടിയിടോ. ഐ വോണ്ട് ബി സച്ച് കൈൻഡ് ഓഫ് എ മോം. അതുകൊണ്ട് ആ പറഞ്ഞ എന്തെങ്കിലും ഹേർട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് അത് ഏശത്തില്ല. ഓക്കെ, പ്ലീസ് ഡു ലെറ്റ് നോ ദാറ്റ്. യാ, വണ്ടർഫുൾ ആൻസർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പം ഇതേപോലെയുള്ള ആൾക്കാർ ഇപ്പോൾ ബ്രിയാസിൻ്റെ ഒക്കെ ഇങ്ങനത്തെ കോമൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരു പ്രശ്നം തോന്നുന്നത് അവരുടെ അടുത്ത്. ഈ ഷുഡന്റ് ഹാവ് സെഡ് ദാറ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് ഒരു കുഞ്ഞു കൊച്ചാ. വൈ ബ്രിങ്ങിങ് ഹിം ഇതിൻ്റെയൊക്കെ നടുക്കിലേക്ക് എന്തിനാണ് എന്ന് എനിക്കും അത് കണ്ടപ്പോൾ തോന്നിയിരുന്നു. എനിവേ, സോ LGBTQ സെഗ്മെന്റ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി എനിക്ക് ചേച്ചിയായിട്ട് ചേരാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംതിങ് വിച്ച് ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. ഇനി എനിക്ക് സംതിങ് ദാറ്റ് ഐ റിയലി അഡ്മയർ ഇൻ യു, അതിനെ പറ്റിയിട്ട് ഞാൻ പറയട്ടെ. ഹൗസിനകത്തുണ്ടല്ലോ ഒരു മെയിൽ ഷോവിനിസ്റ്റം ഒരു രീതിയിലും വെച്ച് പൊറപ്പിക്കാത്ത ആളാണ് ചേച്ചി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷാനവാസ് ദോശമാവ് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയ ബിനീന മേത്തേക്ക് ആക്കിയ ഇഷ്യൂ ആൻഡ് ഓൾസോ അതൊരു ഇഷ്യൂ അല്ല, ബട്ട് സ്റ്റിൽ ഫ്രം യുവർ പെർസ്പെക്റ്റീവ് എനിക്ക് ആക്ച്വലി അത് ഇഷ്യൂ ആണ്. എൻ്റെ പെർസ്പെക്റ്റീവ് എന്നല്ല, അല്ലല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് ഒണീലിന്റെ കാര്യം. ഒണീലിന്റെ അത് ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. എങ്കിലും കൺസിഡറിങ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്തേനെന്നല്ലേ കാണിച്ചത്. അപ്പം അങ്ങനെയാണല്ലോ റിയാക്ട് ചെയ്തത്. അപ്പം ഈ 2 കാര്യങ്ങളും എനിക്ക് തോന്നിയത് ഒരു അനീതി
ഫ്രം മെയിൽ ടു ഫീമെയിൽ, അങ്ങനെ ഞാൻ പറയുന്നില്ല, എവിടെ അനീതി കണ്ടാലും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി. അപ്പം എസ്പെഷ്യലി ഒരു മെയിൽ ടു ഫീമെയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒന്നും കൂടെ ഒരു ബ്ലഡ് ബോയിലിംഗ് സാധനം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. എന്തെങ്കിലും ഒരു 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 ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരനുഭവം ഫ്രം മെയിൽ പേഴ്സൺ, അച്ഛൻ്റെ ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊക്കെയാണോ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അച്ഛൻ്റെ ഇൻഫ്ലുവൻസ്, അച്ഛൻ്റെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അബ്യൂസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതല്ല, ആ രീതിയിലുള്ള അബ്യൂസ് അല്ല, എങ്കിലും ഫ്രം എ മെയിൽ പെർസ്പെക്റ്റീവ് അങ്ങനത്തെ ഒരു അബ്യൂസിന്റെ വെച്ചിട്ടല്ല. ആസ് എ പേഴ്സൺ എനിക്കിപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനത് മാക്സിമം വോയിസ് ഔട്ട് ചെയ്യാറുണ്ട്, എന്നെ സംബന്ധിക്കാത്ത കാര്യമാണെങ്കിൽ കൂടി. അപ്പോൾ ഞാനവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വേറൊരാളോട് ചെയ്ത കാര്യം തന്നെ അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ അടുത്തൊരാളോടത്തും ഇത് തന്നെ ചെയ്യും, പിന്നെ അത് ആ തെറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കും. സോ എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും അവിടെ ചെന്നത് അവിടെ തന്നെ കട്ട് ചെയ്ത് നിർത്തണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, റിയൽ ലൈഫിലാണെങ്കിലും. പിന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി, ഒനീലിൻ്റെ കാര്യത്തിന് തെറ്റുപറ്റി എന്ന് വെച്ചിട്ട് ആ ടാഗ് അങ്ങോട്ട് ഇട്ട് തന്ന് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് റോങ്. ഇപ്പം ബിന്നിയുടെ കേസിലാണെങ്കിൽ 2 തുള്ളിയേ വീണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ജസ്റ്റിഫിക്കേഷൻ ഇങ്ങനെ മണിക്കൂറുകളോളം നടക്കുന്നൊരു വീടാണ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അവിടെ ഇപ്പോൾ ബിന്നിയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ പോലൊരു ഫിഗർ ആണെന്ന് വെറുതെ വിചാരിച്ചു. ഒരിക്കലും ആ 2 തുള്ളിയും വീഴത്തില്ല. ഓക്കെ, ബിന്നിയുടെ സൈഡിൽ നിന്ന് അവിടെ പ്രൊവൊക്കേഷൻ ഉണ്ടായിരുന്നോ അതിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ആ 2 തുള്ളി വീഴുന്നതിനകത്ത് കുറച്ച് ഞാനാണ് ആളുടെ തലമുടിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. ആഫ്റ്റർ ദാറ്റ് ഉണ്ടായിരുന്ന ഡിസ്റെസ്പെക്ട്ഫുൾ ടോക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നു, ബിന്നിയുടെ അടുത്തും ഉണ്ടായിരുന്നു. അവിടെ തൊട്ടേ ഞാൻ എൻ്റർ ചെയ്യുന്നുള്ളൂ. സോ എനിക്കവിടെ ദേഷ്യം വന്ന് ബ്ലഡ് ബോയിൽ ചെയ്ത് അവിടെ ഇരുന്നു, ജയിലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരുന്നിട്ട് എന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞ് ഈ ആളെ മനസ്സിലാക്കാനായിട്ട് കുറേ ശ്രമിച്ചിട്ടും ആൾക്കത് മനസ്സിലാവുന്നില്ല. കുറേ നേരമായിട്ടും അകത്താകുമ്പോഴത്തേക്കും ഇറങ്ങി ഓടി പോകത്തില്ലല്ലോ, അവിടെ തന്നെ നിന്നോളെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും വോയിസ് ഔട്ട് ചെയ്തത്. എനിക്കതിന് റിഗ്രറ്റ് ഇല്ല, ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം എല്ലാവരും അപ്പം ആർക്കും അത് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഹൗസിൻ്റെ ഉള്ളിൽ ഈ ഡിസ്റെസ്പെക്ട് ഫീമെയിൽ ടു മെയിൽ ആയാലും മെയിൽ ടു ഫീമെയിൽ ആയാലും വെർബലി നല്ലോണം നടക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിപ്പോയി. മേ ബി എയർ ചെയ്യുന്നത് വേണ്ട കാര്യങ്ങൾ മാത്രമേ എയർ ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇതിലൊരു തെറ്റുണ്ട്. റിയാക്ട് ചെയ്യുന്നില്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്താലല്ലേ ഇതാവത്തുള്ളൂ. ആരും റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ആളത് കേൾക്കുന്ന ആൾ, റിസീവ് ചെയ്യുന്ന ആൾ ചിരിച്ചു തള്ളുന്നു, മൂന്നാമതൊരാൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഈ പറയുന്ന വേർഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി പോവുക, ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാനത് എടി പൊടി, എനിക്ക് പേഴ്സണലി അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഇയാളുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, ആൾ കുറച്ച് നാളത്തേക്ക് നിർത്തിയിട്ടും ഉണ്ടായിരുന്നു. എഗെയിൻ ഒരു ദേഷ്യത്തിൻ്റെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കുമായിരുന്നു റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ സ്റ്റോപ്പ് ചെയ്യാനും അറിയാം. സോ സംതിങ് അതിനകത്ത് റോങ് ഉണ്ടെന്ന് എവിടെയോ ആൾക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഇറങ്ങാറായപ്പോഴത്തേക്കും സോൾവ് ആക്കിയ ആൾക്കത് ഒരാളെ അല്ല പറയുന്നത് കേട്ടോ. ഞാൻ ഒരാളുടെ എക്സാമ്പിൾ അവിടെ എടുത്ത ആളെ അത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മറ്റു പലർക്കും ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഇഷ്ടംപോലെ ആൾക്കാർ സെയിം പാറ്റേൺ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നിന്നത് ഒരാളെങ്കിൽ ഒരാൾ അങ്ങനെ മാറിയതുകൊണ്ടാണ്. ഐ എം ഗ്ലാഡ് ഐ കുഡ് ഡു ദാറ്റ്. അങ്ങനെയെങ്കിൽ ഷാനവാസിന് മര്യാദയ്ക്ക് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു എന്നൊരു കമന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ശരി വെക്കും ചേച്ചി? ഞാൻ ശരിവെക്കണ്ട, ഷാനവാസ് ശരി വെച്ചു ഓൾറെഡി. ഹി താങ്ക്ഡ് മീ. ഓക്കെ, ആളടുത്ത് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആക്ച്വലി അത് എപ്പിസോഡ്സിലൊന്നും വരത്തില്ല. അന്ന് ടെലികാസ്റ്റ് ഇല്ലാത്തൊരു ദിവസമാണ് സമാധാനത്തിലിരുന്ന് ഞാൻ സംസാരിക്കുന്നത് ഷാനവാസിനോട്. ഇന്ന കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ 2 തവണ ഷാനവാസിനോട് ഒരേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ്, നിങ്ങൾക്കൊരു മോളുണ്ട്, ആ മോള് വലുതാകുമ്പോഴത്തേക്കും ഈ ഷോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആ കുട്ടി വിചാരിക്കും ഈ ചേച്ചി എന്തുകൊണ്ട് എൻ്റെ അച്ഛനെ അടുത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്ന്. ഞാൻ ഫസ്റ്റ്ലി ഈ കാര്യം പറയുമ്പോഴത്തേക്കും ഷാനവാസിന് ഇത് ഒട്ടും മനസ്സിലാവാത്തൊരു ടൈമിലായിരുന്നു പറയുന്നത്. ആളത് എടുത്തിട്ടില്ല. പക്ഷേ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പറയുമ്പോൾ ഷാനവാസ് ഇമോഷണലായിട്ട് ഹഗ് ചെയ്തിട്ട് എൻ്റെ തോളത്ത് 2 തട്ടുന്നത്. ഈസ് വെരി എൽഡർ, ലൈക്ക് ഏജ് വൈസ് നോക്കുമ്പോൾ വെരി എൽഡർ. ആൾക്കത് മനസ്സിലായി, റിയലൈസ് ചെയ്തു. സോ ആ ഒരു കാരണം, അതിനൊരു കാരണമാവാൻ പറ്റിയെന്നുള്ളതിൽ ഐ എം വെരി ഗ്ലാഡ് ആക്ച്വലി. നൈസ്. താങ്ക് യു.